പൊടിച്ച് കൊടുന്നപ്പോൾ നോക്കിയേ ഇതേപോലെ കേട്ടോ കണ്ടാ. ഞാൻ ആ ചീനച്ചട്ടിയിൽ വറുത്തില്ലേ അതിൽ തന്നെ ഇട്ടു. മര്യാദയ്ക്കുണ്ട്. നമുക്കൊരു മാസം ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ 2 പേർക്കും കഴിക്കാം. കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കുക. എന്തായാലും നിങ്ങളൊരു കുട്ടികൾക്കൊക്കെ മുടി കുറവാണ് വെച്ചെങ്കിൽ അവർക്ക് കൊടുത്തോളൂ, ഉണ്ടാക്കി കൊടുത്തോളൂ. പിന്നെ അതേപോലെ തന്നെ ടീനേജേഴ്സിന് പിള്ളേരില്ലേ അവർക്കൊക്കെ സ്കിന്നിന് നല്ല നിറം വയ്ക്കാനും പിന്നെ അതേപോലെ തന്നെ ഈ കരിമംഗല്യം വന്നിട്ടുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് കഴിച്ചാൽ. ഒക്കെ ബ്ലഡിൻ്റെ കുറവ് കൊണ്ടും ശുദ്ധരക്തം ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ലതായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് അത് കഴിക്കുന്ന ഫുഡിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അത്രയും ഉപകാരമാണ്. ഇതിലിപ്പോൾ ചെറുചണ വിത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു മുതിര പോലെയുള്ളൊരു സാധനമാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല പലചരക്ക് കടയിൽ പോലും ഉണ്ട് ഇപ്പോൾ. അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അത് കുപ്പിയിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫുഡ് നമുക്ക് ചെറിയൊരു 5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ തൊട്ട് എത്ര ഏജിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് പോലെയുള്ള ഒരു ഫുഡാണ്. അത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും എത്ര ഏജ് ആയാലും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും. സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഹെയർ നമുക്ക് പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോയത് വേഗം വരും. പിന്നെ പുതിയ മുടി കിളിർക്കും. ഇതിനൊക്കെ ഉള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങളാണ്. ഒരെണ്ണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും കേട്ടോ. പലരുടെയും വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. അത് നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വാങ്ങേണ്ടി വരും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതൊരു ആയുർവേദ കൂട്ടുപോലെയുള്ളതാണ്. അത് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നതാണ്. ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ്. 6 വർഷമായി. ഞാൻ അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞു ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിലത്തെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത് ഇപ്പൊ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾക്കും കൂടി എന്തായാലും ഇതൊരു വീഡിയോ ആക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം എന്താ വെച്ചാൽ പലരും എന്നോട് ഇതിൽ ചോദിക്കുന്നുണ്ട്, മുടി നല്ല ഉള്ളി വെക്കാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി, മുടി നല്ല ഹെൽത്ത് വരാൻ എന്താ ചെയ്യേണ്ടത്, പിന്നെ മുഖത്ത് ചുളിവ് വരാതിരിക്കാൻ വന്നത് മാറാൻ എന്താ ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ പുറമേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലേക്കും കുറച്ച് നല്ല സാധനങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ നല്ല വില കൊടുത്തിട്ട് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വാങ്ങി കഴിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇതെന്നൊക്കെ പറയുന്നത് നമുക്കൊരു 100 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ 150 രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മാസം കഴിക്കാനുള്ള സാധനം വൈറ്റമിൻസ് ആയി. ഇത് വൈറ്റമിൻസിന്റെ കലവറയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ ഒരു ഫുഡ്. ഫുള്ള് വൈറ്റമിനാണ്. നമ്മുടെ തലമുടിക്കും സ്കിന്നിനും ഹെൽത്തിനും ബ്രെയിനിനും എന്താ പറയുക വയറിൻ്റെ ഉള്ളിലേക്കും ഹൃദയത്തിനും ഒക്കെ ആരോഗ്യം ഉണ്ടാകുന്ന, കൊളസ്ട്രോൾ കുറയുന്ന, ഷുഗർ കുറയുന്ന ഒരു മരുന്നാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യും ഉപകാരം എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഹെയറിനും സ്കിന്നിനാണ്. നമുക്ക് സ്കിന്ന് നല്ല ഈ കറുപ്പ് കുറഞ്ഞ് നല്ല നല്ല സ്കിന്നാവും. അതുപോലെ തന്നെ മുടി നന്നായിട്ട് എത്ര ഏജ് ആയാലും മുടി ഉണ്ടാവും. അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഫസ്റ്റ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താ വെച്ചാൽ ഇത് കണ്ടപ്പോൾ അത് കുറേ പേർക്ക് അറിയാം. ഇത് ഫ്ലാക്സ് സീഡാണ് കേട്ടോ. അതായത് മലയാളത്തിൽ ഇതിന് പറയുക ചെറുചണ വിത്ത് എന്നാണ് പറയുക. ഇത് നമുക്ക് നല്ല സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയി കിട്ടും. ഇത് 200 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് സ്ഥിരം കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് 200 ഗ്രാം ഉണ്ടെങ്കിലാണ് എനിക്കൊരു മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ എല്ലിനും പല്ലിനും മുടിക്കും പിന്നെ സ്കിന്നിനൊക്കെ ബെസ്റ്റാണ്. അതായത് ഇതിൽ നന്നായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒമേഗ ഫാറ്റി ആസിഡ് ഇല്ലേ, അത് നമ്മുടെ സ്കിന്നിനും തലമുടിക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൽ നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഇരുമ്പിൻ്റെ അംശം. ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലാണ് ഈ സ്കിന്നിനും ഹെയറിനും നല്ല ഹെൽത്തി ആവുക. സ്കിന്നും ഹെയറും അത് നല്ല ഹെൽത്തി ആകുമ്പോഴേ നമുക്ക് അത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും പുറമെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലേക്കും കൊടുക്കേണ്ടതാണ്. അതിന് ഏറ്റവും നല്ലതിന് ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയ പോലെയുള്ള ഒരു നല്ലൊരു സീഡാണ് കേട്ടോ ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് ആദ്യത്തെ. രണ്ടാമത്തത് എള്ളാണ് കേട്ടോ. എള്ളെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം മുടിക്കും
സ്കിന്നിനും ഏറ്റവും ബെസ്റ്റാണ്. കാരണം നല്ല പോലെ ബ്ലഡ് ഉണ്ടാവാനായിട്ട് നമുക്ക് നല്ലതാണ്. ഇപ്പോൾ HB അളവ് പരിശോധിച്ച് കഴിഞ്ഞാൽ പലരുടെയും കുറവാണ് വെച്ചെങ്കിൽ ഈ എള്ളുണ്ട കഴിക്കുന്നത് നല്ലതാണെന്ന് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ എള്ള് തിളപ്പിച്ച് വെള്ളം കുടിക്കാം. എള്ള് എല്ലാത്തിനും നല്ലതാണ്. പിന്നെ നമ്മുടെ നഖത്തിന്, പല്ലിന്, എല്ലിന്, സ്കിന്നിന്, മുടിക്കൊക്കെ എള്ള് ബെസ്റ്റാണ്. പിന്നെ ഇതിലും നല്ലപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്, ഫൈബർ, പിന്നെ കാൽഷ്യം, അയൺ, ഇരുമ്പ് മാഗ്നീഷ്യം ഒക്കെ നല്ല പോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുടിക്ക് നല്ലതാണ് കേട്ടോ. അത് ഞാൻ എന്തായാലും ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തത് ഇത് 200 ഗ്രാം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൂന്നാമത്തത് ഉലുവയാണ്. ഉലുവ ഞാൻ 100 ഗ്രാം കഷ്ടി എടുത്തിട്ടുള്ളൂ. കാരണം അത് ഇത്തിരി കനപ്പ് രസം ഉണ്ടായിരിക്കും. പിന്നെ ഉലുവ നമുക്ക് മുടിക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. മുടിക്കും സ്കിന്നിനും ഉലുവ നല്ലതാണ്. ഇത് നമുക്ക് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനും ഒക്കെ ഈ ഉലുവ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ മുടിക്ക് ഉള്ള എല്ലാ വിധ പ്രോട്ടീൻസും വിറ്റാമിൻസും ഇതിൽ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. മുടിയും സ്കിന്നും നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇത് കഴിക്കാൻ ഇത് വളരെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ എല്ലാം കൂടി ചെയ്യണില്ല എന്ന് വെച്ചിട്ട് ഞാൻ സ്ഥിരം ചെയ്യാറ് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാവണം ആദ്യം. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിൽ ഇടുക കേട്ടോ. ഒരുപാട് ചൂട് കൂടരുത്. പിന്നെ അത് ആദ്യം ഇടേണ്ടത് ഉലുവയാണ്. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കട്ടി കൂടുതൽ ഉലുവയ്ക്കാണ്. അപ്പോൾ ഉലുവ ആദ്യം ഇട്ടിട്ട് നല്ലപോലെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടെടുക്കുക. മീഡിയം ലോ ഫ്ലെയിമിൽ ഇടുക. ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് വറുത്തെടുക്കുക. അതായത് നല്ലപോലെ വറുക്കരുത് കേട്ടോ. ചെറിയ ഒരു വറവേ പാടുള്ളൂ. നല്ലപോലെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോവും. ഒരു പാകത്തിന് ഒരു നന്നായിട്ടൊന്ന് ചൂട് കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ട് പൊടിക്കുമ്പോൾ അത് ചതഞ്ഞ പോലെ കിട്ടുള്ളൂ, പൊടിയില്ല. അപ്പോൾ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ചൂടാറുമ്പോഴാണ് നമുക്ക് പൊടിക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലാക്സ് സീഡ് ഇട്ടിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് പൊട്ടി തുടങ്ങി. ഇത് ഞാൻ നിർത്തുകയാണ്. ഇതും അതിലേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ എള്ളാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ഇത് നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതും നന്നായി ചൂടായിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇത് ചൂടായി കഴിഞ്ഞാൽ ഇത് 3 കൂടി ഒരുമിച്ചൊരു പാത്രത്തിലിട്ടുണ്ട്. ഇത് 2 കൂടി ഒരുമിച്ചൊരു പാത്രത്തിലിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതും അതിലേക്ക് തന്നെ ഇടും. അതിലേക്ക് ഇട്ടിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കണം. അതല്ലാതെ ആ ചൂട്ടോടക്കനെ എടുത്തിട്ട് പൊടിച്ചാൽ ചിലപ്പോൾ പൊടിയില്ല. അപ്പോൾ ഒന്ന് ക്രിസ്പി ആവാനായിട്ട് ഒന്ന് ചൂടാറാൻ വെക്കും. അങ്ങനെ ചൂടാറി കഴിഞ്ഞിട്ടാണ് അത് പൊടിക്കേണ്ടത്. പ്രത്യേകിച്ചൊരു കാര്യം പറയാണ്ട്, ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് ആരും പോവണ്ട. ആ ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നാൽ ഇത് കറക്റ്റ് ആവുള്ളൂ. അതും ഒരുപാട് ഗുണങ്ങളുള്ളത് തന്നെയാണ്. നമുക്ക് കഴിക്കണമെങ്കിൽ അതും കൂടി വേണം കേട്ടോ. അപ്പോൾ ആ 3 കൂടിയിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് പൊടിക്കുക. പിന്നെ ഇതാരും ഒഴിവാക്കണ്ട കേട്ടോ. കാരണം ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 6 വർഷമായിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ നിർത്താത്തത്. എല്ലാവരും അതൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഇറക്കി അതിലേക്ക് ചേർക്കുകയാണ്. 3 കൂടി ഒരുമിച്ച് ചൂടാറാൻ വയ്ക്കുക. അത് 3 കൂടി ഒരുമിച്ച് തന്നെ പൊടിക്കുക. ഇത് 3 കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വറുക്കല്ല, ഒരു മീഡിയം വറവാണ് ആവേണ്ടത്. 3 കൂടിയിട്ട് ഇപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയൊരു പ്ലേറ്റിലാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഇത് ചൂടാറാൻ വെക്കും. എന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുക മിക്സിയിൽ. അതോടുകൂടി വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാണ്ട്. സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കാം. അതുപോലെ എത്ര പ്രായമുള്ളവർക്കും ഇത് 1 ടീസ്പൂണ് കഴിക്കാം. എന്തായാലും ഒരു 25-30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായിട്ട് കഴിക്കണം. കാരണം അവരുടെ ശരീരത്തിൽ ബ്ലഡ് കുറവായിരിക്കും. ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും. പെട്ടെന്ന് ബ്ലഡ് കുറയാതിരിക്കാനും പിന്നെ എല്ലിൻ്റെ ശക്തിക്ക്, എല്ലിന് ബലം ഉണ്ടായിരിക്കും. പിന്നെ സന്ധിവേദന നന്നായിട്ട് കുറയും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഷുഗർ, കൊളസ്ട്രോളൊക്കെ വരാനായിട്ട് ഇത്തിരി കൂടിയൊക്കെ പാരമ്പര്യമായിട്ടുള്ളവർ പോലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 35-40 വയസ്സിൽ വരുന്നവർക്ക് അത് നീണ്ടു പോയിട്ട് ഒരു 50 വയസ്സിലേക്ക് എത്തും. പിന്നെ ഇത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ഞാനിതൊരു പലഹാരം കഴിക്കുന്ന പോലെയാണ് കഴിക്കുക. എനിക്കിത് കഴിച്ചു തുടങ്ങിയ ഒരു ടീസ്പൂണുമ്പോൾ ഞാൻ നിർത്തില്ല. ഒരു 2 ടീസ്പൂൺ 3 ടീസ്പൂണൊക്കെ കഴിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കും. കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത്രയും വൈറ്റമിൻസ് മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഹെൽത്തിനും മുടിക്കും സ്കിന്നിനും ഇതിനോളം നല്ലൊരു സാധനം വേറെ ഇല്ല. ഇതകത്ത് ചെന്നിട്ട് വേണം നമ്മൾ പുറത്ത് എന്ത് ചെയ്താലും ഫലം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ.
ഇപ്പം ഇത് നന്നായിട്ട് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. ഇത് ഒരുപാട് ചൂടാറി തണുക്കാനായിട്ട് ഇങ്ങനെ വെക്കരുത്, അപ്പോൾ ഇത് തണുത്ത പോലെയാവും. ഇപ്പോൾ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 വട്ടമായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ നാലാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര എടുത്തിട്ട് നമ്മൾ ഞാനൊരു ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്, ഒരു ഉറയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ച് ഒരു ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു 3 സാധനങ്ങളിലേക്ക് മിക്സ് ചെയ്ത് ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അത് ഒരിക്കൊന്നും വേണ്ട. ഒഴിച്ചിട്ട് ഒരു തവണ ഉണ്ട ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പൊടിയായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഇത് 3ഉം ഇതും കൂടിയിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. 3 തവണയായിട്ട് ഞാൻ പൊടിക്കണത്. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ പൊടിക്കുക. പൊടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ പോവരുത്, കാരണം പൊടിച്ചിട്ടത് എങ്ങനെയാണ് പൊടിയെന്നുള്ളതും കൂടി കാണുക, അതല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. അതേ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കണ്ട ഇഷ്ടം പോലെ ഒരു പാത്രം നിറയുണ്ട്. എന്നിട്ട് ബാക്കി അതിലിരിക്കുന്നുണ്ട്. എനിക്ക് 2-3-4 ദിവസം ചെയ്യാനുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ചെറിയൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കും. എനിക്ക് 2-3 ദിവസം കഴിക്കാം. അത് നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിക്കുന്നത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കണ്ട. നല്ല രസമാണ് കഴിക്കാൻ. ചെറിയൊരു കനപ്പുണ്ട് കേട്ടോ, കാരണം ശർക്കര അധികം ഇട്ടിട്ടില്ല. നല്ലോണം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ശർക്കര ഇട്ടില്ല, കാരണം ഒരുപാട് ശർക്കര ഇട്ട് ചെറിയൊരു കനപ്പ് ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത്ര ഇടാറുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഇടാം. ഇനിയിപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ ശർക്കര കുറച്ചിട്ടാൽ മതി, എന്നാലും ഇത് കഴിക്കാം. കാരണം ഉലുവ കുറച്ചും മറ്റുള്ളത് കൂടുതലുണ്ടല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ അത് ഉണ്ടാക്കി കഴിക്കുന്നത്. നമുക്ക് ഒരു ഹെയറിനും സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളൊരു മരുന്ന് പോലെ കഴിക്കുമ്പോൾ അത്രയ്ക്കത് ടേസ്റ്റ് നോക്കണ്ട. പക്ഷേ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. 1 ടീസ്പൂണിൽ ആരും ഇങ്ങനെ ഒതുക്കില്ല, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഞാൻ അങ്ങനെയാണ്, ഞാൻ കഴിക്കൂട്ടാ കൂടുതൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക, സപ്പോർട്ട് തരിക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഓക്കെ, ബൈ, സീ യു.